ഹലോ, അങ്ങനെ ദ ഫ്യൂരിയസ് കണ്ടു കേട്ടോ. നിങ്ങൾക്ക് റെയ്ഡ് പോലുള്ള ആക്ഷൻ പാക്ഡ് മൂവി ഇഷ്ടമാണെങ്കിൽ എന്തായാലും വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ആക്ഷൻ സിനിമയ്ക്ക് അത്യാവശ്യം സ്റ്റോറിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഈ പടത്തിനത് സംസാരിക്കാൻ പറ്റാത്ത ഒരു അച്ഛനും അച്ഛൻ്റെ ഒരു മകളും രണ്ടുപേരും തമ്മിലുള്ള ബോണ്ടും ആ മകളെ രക്ഷപ്പെടുത്തുന്ന കഥയാണ്. അതിനകത്ത് 2 ഹീറോസാണുള്ളത്. ഒരു ജേർണലിസ്റ്റിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഒരാളും മാൻ അമേസിങ്. മോത്സയാണ് ഇതിനകത്ത് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അതായത് ആ പെങ്കൊച്ചിന്റെ അപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ക്ലൈമാക്സിൽ ഇതിനകത്തൊരു വില്ലൻ ഉണ്ട്. ആ വില്ലൻ ഇങ്ങനൊരു വില്ലനായിട്ട് ഇവോൾവ് ആവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. പിന്നെ അതൊരു വണ്ണമുള്ളൊരുത്തനുണ്ട്, അവനൊന്നും പേരറിയത്തില്ല. പിന്നെ മെയിനായിട്ട് ഈ പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ക്ലൈമാക്സിൽ സാധാരണ ഒരു വില്ലന്മാരങ്ങ് ഒരുമിച്ച് നിന്നിട്ട് പിന്നെ 2 ആ ഹീറോസിനെ അടിക്കും. പക്ഷേ ഇതിനകത്ത് 5 പേരും പരസ്പരം അടിക്കുക. 113 മിനിറ്റേ ഉള്ളൂ സിനിമ, ഇന്റർവെൽ ഇല്ലായിരുന്നു. പക്ഷേ സിനിമ നമ്മൾ ഓരോ മിനിറ്റും കണ്ടുകൊണ്ടിരിക്കാം. സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എവറിത്തിങ് വാസ് അമേസിംഗ്. ഈ പടത്തെ ഞാൻ 5 3.5 എടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു.